നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അലമാരയുടെ അടിയിൽ ഈ ഒരു വസ്തു വെച്ച് നോക്കൂ. പണം വീട് തേടി വരുന്നതാണ്. ആ വസ്തു ഏതാണെന്നും എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ പണത്തെ ആകർഷിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ അളവിൽ പണം പെരുകുന്നതിനുള്ള സകലവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് മാത്രം ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പണം വരുമോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ കഠിനാധ്വാനത്തോടൊപ്പം ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ പണത്തെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. ചില സമയങ്ങളിൽ നമ്മൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരം ചെയ്യുമ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതാണ്. ഇൻക്രിമെന്റ് ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വർദ്ധിക്കും. ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം വന്നു ചേരുന്നതാണ്. മാത്രമല്ല, കടമായി കൊടുത്ത പണം ഉടനടി തന്നെ തിരികെ കിട്ടുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി ഇനി പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ അമിതമായ പാഴ്ചിലവുകൾ, ചികിത്സാ ചിലവുകൾ കൂടാതെ കൺദൃഷ്ടിയും പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. ഇനി ചിലരെ സംബന്ധിച്ച് അവർ നല്ല രീതിയിൽ പണം സമ്പാദിച്ചാലും ആ പണം ഒരിക്കലും വീട്ടിൽ നിലനിൽക്കാതെയും വരാറുണ്ട്. അതിനനുസരിച്ചുള്ള വലിയ ചിലവുകളും വന്നു ചേരാറുണ്ട്. അതായത് ഒരു രൂപ പോലും സമ്പാദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളും വന്നു ചേരാറുണ്ട്. ഇങ്ങനെയുള്ളവർ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്നാൽ അമാവാസി, ഞായറാഴ്ച, അതുമല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം, ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഇനി ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്നാൽ രാത്രി 8 മണിക്കും 11 മണിക്കും ഇടയിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. എന്നാൽ സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാൽ ഒരു കാരണവശാലും ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടില്ല. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് കല്ലുപ്പാണ്. ഇനി രണ്ടാമതായി ആവശ്യമുള്ളത് ഒരു നാരങ്ങയാണ്. ഉപ്പെടുക്കുമ്പോൾ കല്ലുപ്പാണ് ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത്. ഒരു കാരണവശാലും പൊടിയുപ്പ് ഈ പരിഹാരത്തിന് എടുക്കുവാൻ പാടില്ല. ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി കല്ലുപ്പ് എടുക്കുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ കിച്ചണിൽ ഉപയോഗിച്ച കല്ലുപ്പ് എടുക്കുവാൻ പാടില്ല. പുതിയൊരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി അതിൽ നിന്നും ഈ ഒരു പരിഹാരത്തിനെ കുറച്ച് ഉപ്പെടുക്കുക. ബാക്കി കല്ലുപ്പ് നിങ്ങളുടെ കിച്ചണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ബൗൾ എടുക്കുക. ഗ്ലാസ് ബൗളോ പ്ലാസ്റ്റിക് ബൗളോ അതുമല്ലെങ്കിൽ മൺപാത്രമോ എടുക്കാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന ബൗൾ നിറയെ കല്ലുപ്പ് നിറയ്ക്കുക. ഇനി ബൗൾ എടുക്കുമ്പോൾ വീട്ടിൽ ഓൾറെഡി ഉപയോഗിക്കുന്ന ബൗൾ തന്നെ എടുക്കാവുന്നതാണ്. ഈ ഒരു പരിഹാരത്തിന് വേണ്ടി പുതിയ ബൗൾ വാങ്ങേണ്ട ആവശ്യമില്ല. ബൗൾ നിറയെ കല്ലുപ്പ് നിറച്ചതിന് ശേഷം ഒരു നാരങ്ങ എടുക്കുക. ഇനി നാരങ്ങ എടുക്കുമ്പോൾ പുള്ളിയും പാടുകളും ഇല്ലാത്ത നല്ല ഫ്രഷായ പഴുത്ത നാരങ്ങ നോക്കി എടുക്കുക. ഇനി നാരങ്ങ എടുക്കുമ്പോൾ വാടിയതോ കേടുവന്നതോ ആയ നാരങ്ങ ഒരു കാരണവശാലും ഈ ഒരു പരിഹാരത്തിന് ഉപയോഗിക്കുവാനും പാടില്ല. അതുപോലെ തന്നെ നാരങ്ങ എടുക്കുമ്പോൾ പച്ച നിറത്തിലുള്ള നാരങ്ങ ഒരു കാരണവശാലും എടുക്കരുത്. നല്ല മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ നോക്കി തന്നെ എടുക്കുക. പുള്ളികൾ ഉള്ളതോ അല്ലെങ്കിൽ കേടായ നാരങ്ങ ഉപയോഗിച്ചോ ഈ ഒരു താന്ത്രികം ചെയ്താൽ ആ താന്ത്രികത്തിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കില്ല. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ രണ്ടായി മുറിക്കുക. മുറിച്ചു വെച്ചിരിക്കുന്ന ഈ 2 മുറി നാരങ്ങയും വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കല്ലുപ്പിന് മുകളിലായി വെക്കുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കല്ലുപ്പിന് മുകളിൽ നാരങ്ങ വെക്കുമ്പോൾ ആ മുറിച്ച ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം നാരങ്ങ വെക്കുവാൻ. കല്ലുപ്പിന് മുകളിൽ നാരങ്ങ വെച്ചതിന് ശേഷം ഈ ബൗളെടുത്ത് നിങ്ങളുടെ അലമാരയുടെ അടിയിൽ വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബൗൾ അലമാരയ്ക്കുള്ളിലല്ല വെക്കേണ്ടത്. അതായത് തറയിൽ ഇങ്ങനെ അലമാര വെക്കുമ്പോൾ ആ തറയോട് ചേർന്ന് കുറച്ചൊരു സ്പേസ് ഉണ്ടാകും. ആ ഒരു ഭാഗത്താണ്, അതായത് ആ ഒരു തറയുടെ ഭാഗത്താണ് ഈ ബൗൾ വെക്കേണ്ടത്.
ഇനി ബൗൾ വെക്കുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് നീക്കി വെക്കാവുന്നതാണ്. അതായത് 2 സ്റ്റാൻഡിൻ്റെയും മധ്യത്തിൽ വരുന്ന ആ ഒരു സ്പേസിൽ കുറച്ച് ഉള്ളിലേക്ക് നീക്കി ഈ ബൗൾ വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളോടല്ലാതെ പുറത്തു നിന്നും വരുന്നവരോട് അലമാരയ്ക്കടിയിൽ ഇങ്ങനെ ഒരു താന്ത്രികം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഒരു കാരണവശാലും പറയരുത്. പറയുക മാത്രമല്ല, പുറത്തുള്ളവരെ ഇത് കാണിക്കുവാനും പാടില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം അലമാരയ്ക്കടിയിൽ വെച്ച ഈ ബൗളെടുത്ത് അതിലെ കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി ഈ വെള്ളം കിച്ചൺ സിങ്കിൽ ഒഴിച്ചു വിടാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നദിയോ തോടോ ആറോ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതുമാണ്. ഇനി കല്ലുപ്പിന് മുകളിൽ വെച്ച നാരങ്ങ ഇതുപോലെ തന്നെ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതുമാണ്. ഇനി നാളെ ഞായറാഴ്ച ദിവസമാണ് ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിറ്റേ ശനിയാഴ്ച ദിവസം ഈ ബൗൾ തിരികെ എടുക്കാവുന്നതാണ്. ഇനി തിരികെ എടുക്കുമ്പോൾ ഏതൊരു സമയത്തും ഇത് തിരികെ എടുക്കാവുന്നതാണ്. മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാമ്പത്തികപരമായി ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും പണത്തെ ആകർഷിക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും എല്ലാ ഭാഗ്യവും നിങ്ങളെ തേടി വരുന്നതുമാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും വീട്ടിൽ പണം നിലനിൽക്കാതെ വിഷമിക്കുന്നവരും മറക്കാതെ തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുക. മിന്നൽ വേഗത്തിൽ അതിന് ഫലമുണ്ടാകുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.